വെൽക്കം ബാക്ക് ടു സലം ലേണിംഗ്. അബീമിസ് ആണ് മകളെ. നമ്മുടെ ക്രിസ്മസ് എക്സാം ഇങ്ങനെ അടുത്തെത്തി. ഇനി നമുക്ക് വിരലുണ്ടാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അല്ലേ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സാമിന് ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് ആൻഡ് ഷ്യൂർ ക്വസ്റ്റൻ ആണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് നാളായിട്ട് മിസ് പറഞ്ഞു തരുന്നുണ്ട് ഓരോ വീഡിയോയിൽ അല്ലേ. ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് പുറത്തുനിന്ന് നമുക്കൊരു പാസേജ് തരും, അല്ലെങ്കിൽ ഒരു പോം തരും. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ എപ്പോഴും നമുക്ക് ഉണ്ടാവുക. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ ഷുവർ ആയിട്ട് കാണുന്ന നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റിയുടെ ഒരു മോഡലാണ് കേട്ടോ. സോ ഇവിടെ ഒരു പാസേജ് തന്നിട്ടുണ്ട്. അത് വായിച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഈ പാസേജ് എന്ന് വായിച്ചിടാ. രാജു got up early in the morning. He was very happy. അല്ലെ, രാജു രാവിലെ എണീറ്റ് ഭയങ്കര സന്തോഷവാനായിട്ടാണ് എണീക്കുന്നത് അല്ലെ. The nature club of the school had planned a study tour on that day. അപ്പൊ രാജുവിന്റെ സ്കൂളിലെ നേച്ചർ ക്ലബ്ബ് ആ ദിവസം ഒരു സ്റ്റഡി ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. The sky was cloudy when they reached the place. അല്ലെ, അവർ ആ സ്ഥലത്ത് എത്തിയപ്പോഴേക്കും ആകാശമൊക്കെ ഇരുണ്ടുകൂടി അല്ലെ, മഴ പെയ്യാനായിട്ടൊക്കെ ഒരുങ്ങിയിരിക്കുകയാണ്. He was thrilled to visit the beautiful നീലമല ഫോറസ്റ്റ്. അവരെവിടെയാ പോയത്? നീലമല ഫോറസ്റ്റിലാണ് പോയത് അല്ലെ. Listen to the chirping of birds. How sweet it is, his friends shouted. അല്ലെ, അപ്പൊ രാജുവിന്റെ കൂട്ടുകാരൊക്കെ പറയുന്നുണ്ട് ബേർഡ്സിന്റെ ചിർപ്പിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പക്ഷികൾ ചിലക്കുന്ന ശബ്ദം കേൾക്കും, എന്ത് മധുരമാണ്, ഹൗ സ്വീറ്റ് ഇറ്റ് ഈസ് എന്ന് പറയുന്നുണ്ട്. Suddenly it started raining. എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് തന്നെ മഴ പെയ്യാൻ തുടങ്ങി അല്ലെ. They took shelter under a big tree. അല്ലെ, ഒരു വലിയ മരത്തിന്റെ അടിയിൽ അവർ എന്ത് ചെയ്യാൻ തുടങ്ങി? ഷെൽട്ടർ എന്ന് പറഞ്ഞാൽ അവര് അതിന്റെ അടിയിൽ ആ ഒരു തണലില് അവർ അഭയം പ്രാപിച്ചു. They saw a mother monkey and its baby on the tree. മരത്തില് ഒരു മദർ മങ്കീനെയും ബേബിനെയും അവർ കാണുന്നുണ്ട്. The mother was holding the baby close to her body. Raju felt sorry and said, "See, they are homeless." അല്ലെ, അപ്പൊ ആ ഒരു മദർ മങ്കി കുട്ടീനെ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിക്കുകയാണ് അല്ലെ. അത് കണ്ടപ്പോഴേക്കും നമ്മുടെ രാജുവിന് സങ്കടം തോന്നിയില്ലേ, അവർ ഹോംലെസ് ആണ്, അവർക്ക് നമ്മളെ പോലെ വീടൊന്നും ഇല്ല. Holding his hand, the teacher said, "The tree is their home. Allow them to live here happily." അപ്പൊ രാജു അത് പറയുന്ന കേട്ടപ്പോഴേക്കും ടീച്ചർ കൈ പിടിച്ചിട്ട് പറയുന്നുണ്ട് അവരുടെ ഹോം എന്ന് പറയുന്നത് എന്താണ്? ഈ മരമാണ് അല്ലെ. അപ്പൊ അവരുടെ ആ ഒരു ഹോമില് സൗകര്യമായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ സമാധാനത്തോടുകൂടി ജീവിക്കാൻ നമ്മൾ സമ്മതിച്ചാൽ മതി. അവരുടെ വീടെന്ന് പറയുന്നത് ഈ കാണുന്ന മരം തന്നെയാണ്. ലെറ്റ്സ് മൂവ് വിതൗട്ട് ഡിസ്റ്റർബിംഗ് ദം. അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ ശല്യപ്പെടുത്താതെ ഇവിടുന്ന് അങ്ങോട്ട് മാറി നിൽക്കാം എന്നാര് പറഞ്ഞു? ടീച്ചർ പറഞ്ഞു. അപ്പൊ ഇതാണ് നമ്മുടെ പാസേജ് അല്ലെ. അപ്പൊ ഇതുപോലെ നമ്മളോട് ഒരു സ്റ്റോറിയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പോമോ ഒരു പാസേജ് ഒക്കെ തരും. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും പിന്നീട് അങ്ങോട്ട് ഫസ്റ്റ് ആക്ടിവിറ്റിയിൽ കാണുന്നത്. സോ മകളെ, നമുക്ക് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട്. ഈ കൂൾ ഓഫ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞ പോലെയുള്ള ക്വസ്റ്റ്യൻസ് വായിക്കുക, കൃത്യമായിട്ട് വായിക്കുക. ആദ്യം വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിൽ 2-3 തവണ വായിക്കാനുള്ള സമയം നമുക്കുണ്ട് അല്ലേ. സോ ഫസ്റ്റ് ആക്ടിവിറ്റി കമ്പൽസറി ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക? ഇത് വായിക്കുക, ഇതിന്റെ അർത്ഥം മനസ്സിലാക്കുക. അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളോട് പിന്നീട് തരുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. Why did Raju get up early in the morning? എന്തിനാണ് രാജു രാവിലെ എണീറ്റത്? നമുക്കറിയാം രാജുവിന്റെ സ്കൂളിൽ എന്താണ്? അവര് നേച്ചർ ക്ലബ്ബ് ആ ദിവസം ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് രാജു രാവിലെ എണീറ്റ് അല്ലെ. സോ നമുക്ക് എങ്ങനെ പറയാം? The nature club of the school had planned a study tour on that day, so he get up early in the morning. ആ ദിവസം സ്കൂളിലെ നേച്ചർ ക്ലബ്ബ് ഒരു ടൂർ പ്ലാൻ ചെയ്തു, അതുകൊണ്ടാണ് രാവിലെ നേരത്തെ എത്തിയത് അല്ലെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. Pick out the word from passage which means sound of a bird. പക്ഷിയുടെ ശബ്ദം എന്നർത്ഥം വരുന്ന വേർഡ് ഈ പാസേജിൽ നിന്ന് കണ്ടെത്തുക. നമ്മൾ പറഞ്ഞു വായിച്ചപ്പോഴേ ചിർപ്പിംഗ് ഓഫ് ബേർഡ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ചിർപ്പിംഗ് ഓഫ് ബേർഡ്സ് എന്ന് പറയുന്നത് എന്താണ്? പക്ഷിയുടെ ശബ്ദത്തെ പറയുന്നതാണ്. അപ്പൊ ഈ ഒരു പാസേജ് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നതേ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻസ് അല്ലെ. മൂന്നാമത്തെ ചോദ്യം നോക്കാം. മദർ മങ്കി held his baby close to her body. Why? മദർ മങ്കി അതിന്റെ ബേബിയെ ചേർത്ത് പിടിച്ചു, എന്തുകൊണ്ടാണെന്ന് ചോദിക്കുന്നുണ്ട്. അടുത്ത ക്വസ്റ്റ്യനില് വാട്ട് ഇസ് ദ മെസ്സേജ് ഓഫ് ദ സ്റ്റോറി? ഈ ഒരു സ്റ്റോറിയുടെ മെസ്സേജ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഗിവ് എ സ്യൂട്ടബിൾ ടൈറ്റിൽ ടു ദ സ്റ്റോറി. ഈ സ്റ്റോറിക്ക് ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ടൈറ്റിൽ കൊടുക്കാനും പറയുന്നുണ്ട്. സോ ഇത് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? മദർ മങ്കി held his baby to her body because of heavy rain. ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നുണ്ട് അല്ലെ. ഈ ഹെവി റെയിൻ മൂലമാണ് മദർ മങ്കി കുട്ടിയെ ഇങ്ങനെ ചേർത്ത് പിടിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താ? വാട്ട് ഇസ് ദ മെസ്സേജ് ഓഫ് ദ സ്റ്റോറി? എന്താണ് സ്റ്റോറിയുടെ മെസ്സേജ്? ഡോണ്ട് കട്ട് ദ trees and also put up many trees അല്ലെ. അതായത് ഈ മരമാണ് അവരുടെ വീട്, അതുകൊണ്ട് നമ്മൾ അവരെ ശല്യപ്പെടുത്തരുത്, അല്ലെങ്കിൽ മരം വെട്ടരുത്, മരം നട്ടുപിടിപ്പിക്കുക എന്നൊക്കെ ഒരു മെസ്സേജ് ആണ് ഈ ഒരു പാസേജ് വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. സോ അത് നമ്മൾ കൃത്യമായിട്ട് എഴുതുക. ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ? ഇതിനൊരു സീറ്റബിൾ ടൈറ്റിൽ. അപ്പൊ നമ്മൾ ഈ ഒരു പാസേജ് വായിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട നമുക്ക് ചേർന്ന അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പാസേജിന് യോജിച്ച ഒരു ഹെഡിങ് നമുക്ക് കൊടുക്കുക അല്ലെ. ഇവിടെ മിസ് മദർ ട്രീ ആണ് കൊടുത്തത്. സോ ഇതിന് വേറെ എന്തൊക്കെ ടൈറ്റിൽ കൊടുക്കാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യാത്ത നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. സോ ഈ ഒരു വീഡിയോ
മിസ്സിന്റെ കുട്ടികൾ എന്ത് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇതുപോലെ ഒരു പാസേജോ ഒരു സ്റ്റോറിയോ ഒരു പോമോ തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഫസ്റ്റ് ആക്ടിവിറ്റി. സോ മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് നമുക്ക് 4ാം ക്ലാസ്സിൽ വേണ്ടിയിട്ട് പ്രാണ ബാച്ച് ഉണ്ട്. സോ ഇനി നമുക്ക് ഇനിയും കാണാം, ഇതുപോലെയുള്ള യൂസ്ഫുൾ വീഡിയോസ് ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.